നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തോണം. ഒരുപാടൊന്നും അതിനോട് ചിന്തിച്ച് സമയം കളയരുത്. എന്നാലും ലേശം ഇൻഡിവിജ്വലൊക്കെ ആവാം കേട്ടോ. കഴിഞ്ഞ 4 വർഷമായി കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ബേസിക്കലി ഒരു ഹോം ബേക്കർ എന്ന് പറയും. കുറച്ച് കേക്ക് ഞാൻ പുറത്ത് കൊടുത്തിട്ടുമുണ്ട്. കിട്ടിയതോ നല്ല അഭിപ്രായമാണ്. എന്നാലും ഇതൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങാനായിട്ടൊരു മടിയായിരുന്നു. ഇത്രയും നാളെടുത്തു അതിനെനിക്ക് ഓവർകം ചെയ്യാനായിട്ട്. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. അതുകൊണ്ട് ഈ ഒരു പ്ലാൻ മനസ്സിൽ വന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ FSSAI രജിസ്ട്രേഷൻ ഞാൻ കൊടുത്തു. നമ്മുടെ ആധാർ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ പാൻ കാർഡ്, ഇത്രയും മതി FSSAIക്ക് അപ്ലൈ ചെയ്യാൻ. ഞാൻ വലിയ കോൺഫിഡൻസ് ഇരുന്നപ്പോഴാണ് പിറ്റേ ദിവസം എന്തായ ഒരു മെസ്സേജ്, FBOൻ്റെ ആപ്ലിക്കേഷൻ റിവേർട്ട് ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ മറന്നാലും FBO മറക്കില്ലല്ലോ. FSSAI അപ്ലൈ ചെയ്യുമ്പോൾ കൂടെ കൊടുക്കാനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മറന്നിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ആശുപത്രിയിലോട്ട് ഓടി. ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർ മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ സ്കിൻ ടെസ്റ്റും ഫിസിക്കൽ എക്സാമിനേഷനും വൈഡാലിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ ടൈഫോയിഡിൻ്റെ വാക്സിനേഷനാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഹോസ്പിറ്റലിലോട്ടെത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കടമ്പ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് ഓടുവാണ്. നമ്മുടെ അപ്പുക്കുട്ടിക്ക് അവിടെ സ്കൂളിൽ എക്സിബിഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റിൽ മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് അവളുടെ സ്കൂളിൽ കൊണ്ട് കൊടുക്കണം. ഇതാണ് നമ്മുടെ അപ്പുക്കുട്ടിയുടെ സ്റ്റിൽ മോഡൽ. CN ആയിരുന്നു സബ്ജക്റ്റ്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? അങ്ങനെ അതും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പുൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ. അവിടത്തേക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒരു ഓട്ടപ്രദർശനം തന്നെയാണ്. അങ്ങനെ നമ്മൾ അപ്പുൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മോഡൽ കൊണ്ട് കൊടുക്കട്ടെ. അങ്ങനെ മോഡലൊക്കെ കൊടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് ഞാനൊരു CSC സെൻറ്ററിൽ കൂടെ കയറി നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ കടമ്പ കഴിഞ്ഞു. ഈ വീഡിയോയിൽ കാണുമ്പോൾ വലിയ വെയിലൊന്നും തോന്നില്ലെങ്കിലും നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയെന്നായിരുന്നു. അത്രയ്ക്ക് കരിങ്ങി കുറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി നല്ലൊരു പാൽ സർബത്തൂടെ കുടിച്ചു. ഇത് കുടിച്ചപ്പോഴാണ് മനുഷ്യന് ജീവൻ വീണത്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. ഉറക്കമൊക്കെ കഴിഞ്ഞത് അടുക്കളയിലേക്ക് വന്നപ്പം പഴുത്ത 2 ഏത്തപ്പഴം ഇരിക്കുന്നു. പിന്നെ ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ സാധാരണ ഗോതമ്പ് പൊടിയിലാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നത്. കൂടെ ഇത്തിരി ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഇച്ചിരി റവയും ചേർക്കും. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ലേശം മഞ്ഞപ്പൊടിയും ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർക്കും. ഇനി കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറായി കഴിഞ്ഞിട്ട് പഴം അതിലിട്ട് കോട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇച്ചിരി സോഡാപ്പൊടിയോടെ ചേർക്കണം. നല്ല ക്രിസ്പിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ വാഴയ്ക്കപ്പം. ഇനി എന്താ, പഴം കട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററിലോട്ടിട്ട് നല്ലപോലെ അങ്ങ് വറുത്തെടുക്കാം. എനിക്ക് വാഴയ്ക്കപ്പം നല്ലപോലെ മുരിച്ച് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഇതാണ് എൻ്റെ പരുവം. വാഴയ്ക്കപ്പം റെഡിയാവുന്ന നേരം കൊണ്ട് ഞാനൊരു കട്ടനും കൂടെ അങ്ങ് ഇട്ടു. എന്നിട്ടൊക്കെ എടുത്തോണ്ട് എൻ്റെ വീട്ടിലെ ഏറ്റവും ആംബിയൻസ് ഉള്ള സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയിരുന്ന് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ കട്ടനും കൂടെ വാഴയ്ക്കപ്പവും കഴിക്കണം. മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് ഈ ഒരു ആംബിയൻസ് ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണേ. എൻ്റെ ഈ വീഡിയോയും സ്ഥലവും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ലൈസൻസൊക്കെ കിട്ടിയിട്ട് എൻ്റെ ബേക്കിംഗ് ജേർണിയുടെ ബാക്കി പാർട്ട് കാണാം. അതുവരേക്കും ബൈ, ശുഭദിനം.